ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ആണ്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്? തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ താഴെ കൊടുക്കുന്ന ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ, താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഈ തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് എടുത്തു, അല്ലെങ്കിൽ 2 ലെയർ ഓഫ് പ്ലെയിൻ എടുത്തു. നമ്മൾ സാധാരണ പറയില്ലേ, നേരത്തെ നമ്മൾ പഠിച്ചു കോമ്പോസിറ്റ് പ്ലെയിൻ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? 2 ലെയർ ഓഫ് പ്ലെയിൻ ബാർ എടുത്തു. 2 ലെയർ ഓഫ് പ്ലെയിൻ ബാർ എടുത്തു. ആ പ്ലെയിൻ ബാറിനെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ പ്രസ് ചെയ്യുവാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുവാണ്? പ്രസ് ചെയ്യുവാണ്. പ്രസ് ചെയ്യുമ്പോൾ എന്താവും? അത് ഒറ്റ സിംഗിൾ എന്നുള്ള പോലെ ആണ് നമുക്ക് തോന്നാം. പക്ഷെ എന്താ പ്രത്യേകത? അവിടെ അതിനിടയ്ക്ക് എന്തുണ്ടാവും? ചെറിയ നമുക്ക് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താലും, എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും, അവിടെ അതിനിടയ്ക്ക് എന്തുണ്ടാവും? ഈ 2 മെറ്റീരിയൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് എന്തുണ്ടാവും? ചെറിയ എയർ ഗ്യാപ്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അതൊരു ഇൻസുലേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻസുലേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ നമുക്ക് 2 സ്ഥലത്ത് ഉദാഹരണം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇതൊരു മെറ്റീരിയൽ ആണ്. ലെറ്റ് us കൺസിഡർ ഇതൊരു മെറ്റീരിയൽ ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ഇതിന്റെ ഈ സൈഡിൽ നമ്മൾ ഹീറ്റ് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? T1 നിന്ന് T2 ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒരു മെറ്റീരിയലിന്റെ എൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? ഈ T2 എന്നുള്ള മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? 2-3 ലെയർ ഓഫ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതെന്താണ്? പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? അവിടെ പ്രസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? T2 ഈ ഒരു മെറ്റീരിയൽ, സെക്കൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെ നമ്മൾ പ്രസ് ചെയ്ത് 2 ലെയർ പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താ പ്രത്യേകത? ഈ 2 ലെയറിനും ഇടയ്ക്ക് എയർ ഗ്യാപ്പുകൾ ഉണ്ട്. ആ എയർ ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ട് എന്താ പ്രത്യേകത? അവിടെ ഈ എയർ ഗ്യാപ്പ് എന്നുള്ളത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇൻസുലേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ പ്രത്യേകത? ഇവിടുത്തെ ഇൻലെറ്റ് ടെമ്പറേച്ചറും ഇവിടുത്തെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചറും നമ്മൾ എന്ത് ചെയ്തു വന്നു? ഒരേ ടെമ്പറേച്ചർ ആവില്ല. അവിടെ എന്ത് വന്നു? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നു. ഇങ്ങനെ. അപ്പൊ എന്താ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസുലേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന വരുന്നുണ്ട് എന്തുണ്ടാവും? അതിനകത്ത് ആ ടെമ്പറേച്ചറിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ആ മെറ്റീരിയലിനകത്തുണ്ടാവും. അല്ലെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫറിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ആ മെറ്റീരിയൽസിനകത്തുണ്ടാവും. ഈ റെസിസ്റ്റൻസിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ ഈ T2 നിന്ന് T3 മാറുമ്പോൾ, നോക്കി, T2 നിന്ന് T3 മാറുമ്പം എന്ത് സംഭവിക്കും? അവിടെ ശരിക്കും ഒരേ ടെമ്പറേച്ചർ ആണ് വരേണ്ടത്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവും. എന്താ ഉണ്ടാവുന്നത്? ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ്. കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക. അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടോ. വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ റെഡ്യൂസിങ് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ്? എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെറ്റീരിയൽ ഇങ്ങനെ ലെയർ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ആ ലെയർ എന്താക്കണം? പോളിഷ്ഡ് ആണെങ്കിൽ, ഈ മെറ്റീരിയൽസിന്റെ സർഫസ് പോളിഷ്ഡ് ആണ്, എന്നിട്ടാണ് നമ്മൾ ഈ 2 ലെയറിനെ നമ്മൾ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കുറച്ചും കൂടി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? അവിടെ ഈ റെസിസ്റ്റൻസ് ലൈക്ക് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ പ്രത്യേകത? അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്യണ്ടേ? അതെന്താ പ്രത്യേകത? അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഹൈലി കണ്ടക്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്യാസുകൾ യൂസ് ചെയ്യുവാണ്. നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ്? ഹൈലി കണ്ടക്ടിങ് ആയിട്ടുള്ള ഗ്യാസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ്, അത് ഈ ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുവാണ്. തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് കൊണ്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ഈ പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ മെറ്റീരിയൽസ് പ്രസ് ചെയ്തല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്തിനുള്ള ചാൻസ് കുറവുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് കുറയാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പൊ ഇതാണ് ആക്ച്വലി എന്തെന്നുള്ള കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ്. നമുക്ക് നോക്കാം. അപ്പൊ ലെറ്റ് us കൺസിഡർ Q എന്നുള്ളൊരു ഹീറ്റ് ആണ്. എന്ത് ചെയ്തു? ആദ്യത്തെ ഒരു പ്ലെയിൻ വോളിലോട്ട് വന്നപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ആണ് T1. അതെന്ത് ചെയ്തു? ആ പ്ലെയിൻ വോളിന്റെ ഒരെൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് വന്നു. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിട്ട് മാറി? T2 ആയിട്ട് മാറി.
ഇനി എന്ത് ചെയ്തു, T2 T3 തമ്മിൽ എന്ത് വന്നു, ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് വന്നു. കാരണം എന്താണ്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ആണ്. അങ്ങനെ അത് T2 നിന്ന് T3 ആയിട്ട് മാറി. ആ T3 എന്ത് ചെയ്തു, അടുത്തൊരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്തു. അപ്പൊ വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ എന്തായി, T3 നിന്ന് എങ്ങോട്ട് വന്നു, T4 വന്നു. T3 നിന്ന് T4 വന്നു. ഇനി എന്താ ഉണ്ടാവുന്നത്, T4 to T5 എന്നുള്ളത് അഗെയിൻ എന്താ ഉണ്ടാവുന്നത്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെയും എന്ത് സംഭവിച്ചു, ടെമ്പറേച്ചർ ഡ്രോപ്പ് വന്നു. അതാണ് T4 to T5 ടെമ്പറേച്ചർ ഡ്രോപ്പ് വന്നു. ഇനി എന്താ ഉണ്ടാവണേ, T5 അടുത്തത് C എന്നുള്ള മെറ്റീരിയലിലൂടെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു ത്രൂ എന്താണ്, T5 നിന്ന് T6 എന്ത് ചെയ്തു, ടെമ്പറേച്ചർ ട്രാൻസ്ഫർ വന്നു. അപ്പൊ ഇതാണ് എൻറ്റയർ ഒരു എന്തെന്നുള്ളത്, ഒരു വോൾ എന്നുള്ളത്. ഇതാണ് ആക്ച്വലി എന്തെന്നുള്ളത്, ഒരു തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്നുള്ളത്. ഇതാണ് ആക്ച്വലി ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് എന്നുള്ളത്. ഏതിന്റെ കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്, ദാറ്റ് ഈസ് തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസിന്റെ കോൺസെപ്റ്റ് നമുക്ക് വരുന്നുണ്ടാവുക. ഇത് നമുക്ക് നോക്കാം, ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ T1 to T2 എന്നുള്ളത് നോർമൽ കണ്ടക്ടിങ് ആണ്, കണ്ടക്ടിങ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ നോർമൽ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്താൽ മതി. പ്രത്യേകത വേറെ മാറ്റമൊന്നുമില്ല. Q equal to delta T divided by എന്താ ഉണ്ടാവുക, RTH എന്നാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ സാധാരണ എന്താണ്, പ്ലെയിൻ വോൾ ആയതുകൊണ്ട് അത് എന്തായിരിക്കും, L/K അല്ലെങ്കിൽ L/KA ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് T2 to T3, 2 to 3 എന്നുള്ളത് എന്താണ്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ആണ്. എന്താണ്, ഇതിനെയാണ് T2 to 3 എന്നുള്ളത് എന്താണ്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയണോ, അതും ഇത്രയുള്ള കോൺസെപ്റ്റ്. ഫ്രം RTH AB, ഫ്രം RTH AB, ഈ എയും ബിയും തമ്മിലാണ് എന്ത് വന്നിട്ടുള്ളത്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. RTH AB എന്താ വന്നിരിക്കുന്നത്, RTH AB കോണ്ടാക്ട്, എന്താ വന്നിരിക്കുന്നത്, RTH AB കോണ്ടാക്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, RTH ആവുമ്പോൾ എങ്ങനെ വരിക, ഫ്രം ദിസ് RTH എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇത് തന്നെ അല്ലേ, T2 minus T3 ഡെൽറ്റ T ഡിവൈഡഡ് ബൈ Q ഡിവൈഡഡ് ബൈ A. സെയിം കോൺസെപ്റ്റ് അല്ലേ, Q ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ഫ്ലക്സ് ആണ് അല്ലേ, സ്മോൾ Q അല്ലേ, ഹീറ്റ് ഫ്ലക്സ് സ്മോൾ Q. ഓക്കെ ആണല്ലോ. ഇതാണ് RTH AB എന്നുള്ളത്, RTH AB എന്നുള്ള കോണ്ടാക്ട് റെസിസ്റ്റൻസ്. അടുത്തത് RTH BC എന്നുള്ള കോണ്ടാക്ട് റെസിസ്റ്റൻസ് നോക്കാം. ഏതാണ്, T4 to 5. എങ്ങനെയാണ് RTH BC കോണ്ടാക്ട് റെസിസ്റ്റൻസ് നോക്കാം. എങ്ങനെയാ വരുന്നുണ്ടാവുക, അഗെയിൻ അവിടെ വന്നാൽ എന്താ വരിക, ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ Q ബൈ A എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഏത് ടെമ്പറേച്ചർ ഹയർ വരിക, T4 അല്ലേ വരിക. അപ്പൊ T4 minus T5 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, T4 minus T5 ഡിവൈഡഡ് ബൈ Q ബൈ A. Q ബൈ A എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ഫ്ലക്സ് ആണ്. Q ബൈ A എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ഫ്ലക്സ് ആണ്. കിട്ടിയല്ലോ, T4 minus T5 ഡിവൈഡഡ് ബൈ Q ബൈ A. അപ്പൊ ഇതാണ് എന്തിന്റെ കോൺസെപ്റ്റ്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ്. അത് നമ്മൾ ഇനി 1 by 1 ആയിട്ട് നമ്മൾ 1-2 പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ആ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താ തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ലെയർ ഓഫ് പ്ലെയിൻസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പം അതിനിടയ്ക്ക് എന്തുണ്ടാവും, എയർ വോയിഡുകൾ ഉണ്ടാവും, എയർ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഈ എയർ ഗ്യാപ്പുകൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ ഹീറ്റ് ട്രാൻസ്ഫറിനെതിരെ ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഈ റെസിസ്റ്റൻസിന് അത് കാരണം അവിടെ എന്തുണ്ടാവും, ടെമ്പറേച്ചർ കുറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഇത് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയൊരു ടോപ്പിക് കഴിഞ്ഞു. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇത് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. എന്താണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ലെറ്റ് us കൺസിഡർ. അപ്പൊ ചില കേസിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ വരാറുണ്ട്. Let us consider a hot fluid or hot fluid. ഇവിടെ നമ്മൾ കാണുന്നത് ഹോട്ട് ഫ്ലൂയിഡ് ആണ്. ഹോട്ട് ഫ്ലൂയിഡ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുവാണ്, ഹോട്ട് ഫ്ലൂയിഡ് വിച്ച് ഈസ് പാസ്ഡ് ത്രൂ എവിടെയാണ്, ഈ ഒരു പ്ലെയിൻ വോളിന്റെ സൈഡിലേക്ക് നമുക്ക് പാസ് ചെയ്യുന്ന എന്താണ്, ഹോട്ട് ഫ്ലൂയിഡ് ആണ് പാസ് ചെയ്യുന്നത്. പ്ലെയിൻ വോളിന്റെ സൈഡിൽ എന്താ പാസ് ചെയ്യുന്നത്, അപ്പൊ അവിടെ എന്ത് വന്നു, പ്ലെയിൻ വോൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ്,
fluid to fluid heat transfer across fluid to fluid heat transfer across എന്താണ് മെറ്റൽ ബൗണ്ടറി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്താ പറയുന്നത്? ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫർ അക്രോസ് എന്താണ് അക്രോസ് എ മെറ്റൽ ബൗണ്ടറി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസ് എന്താ? ഒരു ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫർ വന്നു. അത് എവിടേക്ക് വന്നു? മെറ്റൽ ബൗണ്ടറിയിലേക്ക് വന്നു, പ്ലെയിൻ വാളിന്റെ. നെക്സ്റ്റ് എന്താ വരുന്നത്? പ്ലെയിൻ വാളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് എഗെയിൻ എന്ത് വന്നു? ഹീറ്റ് ട്രാൻസ്ഫർ വന്നു. അതാണ് T2, T1 to T2. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താ? ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹോട്ട് ഫ്ലൂയിഡ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോട്ട് ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് കൺവെക്ഷൻ ആണ്. അതെന്താണ്? ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൺവെക്ഷൻ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ, അത് കൺവെക്ഷൻ ആണ്. അതുപോലെ തന്നെ മെറ്റൽ ടു, അത് ആദ്യത്തെ നമുക്ക് വരുന്ന THF എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ് THF. ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ് THF. അപ്പൊ അതുപോലെ തന്നെ HHF എന്ന് വെച്ചാൽ എന്താണ്? HHF എന്ന് വെച്ചാൽ എന്താ? H എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ് എന്നുള്ളത് HHF എന്നുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ ഏതിന്റെയാണ്? ഹോട്ട് ഫ്ലൂയിഡിന്റെയാണ്. ഹോട്ട് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് ഫിലിമിന്റെ ആണ്. ഇനി എന്ത് ചെയ്യുവാണ്? ഈ ഹീറ്റ് അടുത്തത് എന്ത് ചെയ്തു? ദാറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ എന്താണ്? പ്ലെയിൻ വാൾ. ദാറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പ്ലെയിൻ വാൾ. അപ്പൊ പ്ലെയിൻ വാളിന്റെ ഒരു സൈഡിൽ ഹീറ്റ് നമ്മൾ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അത് ഈസി ആയിട്ട് ത്രൂ കണ്ടക്ഷൻ എന്ത് ചെയ്തു? ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് പോയി. എന്താ സംഭവിച്ചേ? ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്തു? അടുത്ത സൈഡിലോട്ട് പോയി. മനസ്സിലായല്ലോ? അതാണ് രണ്ടാമത്തെ കേസ്, കണ്ടക്ഷൻ. T1 to T2. അപ്പൊ അതും കിട്ടിയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്നിരിക്കണു. കിട്ടിയല്ലോ? എല്ലാവർക്കും മനസ്സിലായിണ്ടാവല്ലോ? ഓക്കെ, അടുത്തത് ലാസ്റ്റ് കേസ്. അഗെയിൻ എന്താണ്? ഈ മെറ്റൽ ബൗണ്ടറിയുടെ സൈഡിലൂടെ അഗെയിൻ എന്ത് ചെയ്യുന്നു? കോൾഡ് ഫ്ലൂയിഡ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. എന്താണ്ടാവണേ? കോൾഡ് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു. കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? TCF ആണ്. എന്താ പറയണത്? TCF ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്ന that is heat transfer coefficient of cold fluid എന്ന് പറഞ്ഞാൽ എന്താണ്? that is HCF ആണ്. heat transfer coefficient of cold fluid എന്ന് പറഞ്ഞാൽ എന്താണ്? HCF ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാം ഇതിന്റെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി ഒക്കെ വരിക എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. ഇവിടുത്തെ തിക്നെസ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലെയിൻ വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? L ആണ്. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് ടെമ്പറേച്ചർ എന്നുള്ളത് ഇനീഷ്യൽ ടെമ്പറേച്ചർ, ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ THF ആണ്. അതുപോലെ തന്നെ മെറ്റൽ ബോഡിയുടെ ഇൻപുട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണ്? T1 ആണ്. അതുപോലെ തന്നെ അതിന്റെ ഔട്ട്ലെറ്റ്, ദാറ്റ് ഈസ് മെറ്റൽ ബോഡിയുടെ ഔട്ട്ലെറ്റ് എത്രയാണ്? T2 ആണ്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? ദാറ്റ് ഈസ് TCF ആണ്, കോൾഡ് ഫ്ലൂയിഡ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ തിക്നെസ് നമ്മൾ പറഞ്ഞു L ആണെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, HHF ഉം HCF എന്താണെന്ന് പറഞ്ഞു. HHF എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡും HCF എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡും ആണ്. കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി നമ്മൾ വരയ്ക്കാൻ പോവാം. എങ്ങനെയാണ് ഇതിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി വരിക എന്നുള്ളത് നോക്കാം. നമ്മളറിയാം കണ്ടക്ഷൻ ആണെങ്കിലോ കൺവെക്ഷൻ ആണെങ്കിലോ ഏത് വന്നാലും ദാറ്റ് ഈസ് ഈക്വലന്റ് ടു എന്താണ്? റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടു ബോഡി, അങ്ങനെ വന്നാൽ ഏത് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ആ ഹീറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ എന്താ പറയുക? കൺവെക്ഷൻ ആണ്. അപ്പൊ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൈൻ വരച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലൈൻ വരച്ചു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തേനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അറിയാം ആദ്യത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? സ്മോൾ ടി ആണ്. സ്മോൾ ടി ഇവിടുത്തെ HF എന്നാണ് നമ്മൾ പറയണേ. എങ്ങനെ നമ്മൾ പറയണേ? HF അല്ലേ? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. THF ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. അടുത്തത് അഗെയിൻ എന്ത് ചെയ്തു? അത് എവിടേക്ക് ടെമ്പറേച്ചറിലേക്കാണ് പോകുന്നത്? ഇവിടുത്തെ ടെമ്പറേച്ചർ അല്ലേ? ഇവിടെ നമ്മൾ മെറ്റൽ ബോഡി ടെമ്പറേച്ചർ അത് എത്രയാണ്? മെറ്റൽ ബോഡി ടെമ്പറേച്ചർ എത്രയാ? T1 ആണ്. എന്താണ്? മെറ്റൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? T1 ആണ്. അടുത്ത എന്താ ചെയ്യുന്നത്? അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് അടുത്തൊരു കണ്ടക്ഷൻ അടുത്ത് വന്നു. എന്തല്ലേ? ഈ നമ്മുടെ പ്ലെയിൻ വാൾ തമ്മിൽ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ? എന്താണ്? അത് മെറ്റൽ ബോഡി അല്ലേ? സോളിഡ് ബോഡി അല്ലേ? അവിടെ വരുന്ന എന്താണ്? കണ്ടക്ഷൻ ആണ്. അപ്പൊ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അഗെയിൻ നമ്മൾ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കാണിച്ചു.
അതിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ നമ്മൾ റെപ്രസെന്റ് ചെയ്തു എന്താണ്, ദാറ്റ് ഈസ് T2. താഴെ വരച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ വരയ്ക്കുന്നു എന്ന് മാത്രം കേട്ടോ, T2. അഗെയിൻ നമ്മൾ ഒരെണ്ണം കൂടി കാണുന്നതിന്റെ അടുത്ത് എന്താണ്, ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് ആണ്, അല്ലെങ്കിൽ സോളിഡ് ടു ഫ്ലൂയിഡ് ആണ്. അവിടെ വരുന്നത് എന്താണ്, അഗെയിൻ അടുത്തൊരു റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ഉള്ളത് എന്താണ്, ത്രൂ കൺവെക്ഷൻ ആണ്. നമുക്ക് അതും കൂടെ റെപ്രസെന്റ് ചെയ്യാം. അതും എന്തായിട്ടാണ് കാണിക്കുന്നത്, ഇത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതും എന്തായിട്ടാണ് കാണിക്കുന്നത്, അതും ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ, അപ്പുറത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ശരി, അതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ എൻഡിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് TCF ആണ്. എന്താണ്, TCF ആണ്. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിനകത്ത് നമുക്ക് ഇവിടെ വരുന്നത്, ഇവിടെ നമുക്ക് വരുന്ന ഫസ്റ്റ് കേസ് എന്താണ്, കണ്ടക്ഷൻ ആണ്. ഫസ്റ്റ് കേസ് നമുക്ക് വരുന്നത് എന്താണ്, കണ്ടക്ഷൻ ആണ്. സെക്കൻഡ് കേസ് ഫസ്റ്റ് കേസ് നമുക്ക് വരുന്നത് കൺവെക്ഷൻ ആണ്. സെക്കൻഡ് കേസ് നമുക്ക് വരുന്നത് കണ്ടക്ഷൻ ആണ്. ഫസ്റ്റ് കേസ് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നത്, ഫസ്റ്റ് കേസ് നമുക്ക് ആദ്യത്തെ ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. രണ്ടാമത്തെ കേസ് നമുക്ക് വരുന്നത് ദാറ്റ് ഈസ് മെറ്റൽ ബോഡി ആണ്, ദാറ്റ് ഈസ് നമുക്ക് വരുന്നത് കണ്ടക്ഷൻ ആണ്. മൂന്നാമത്തെ കേസ് നമുക്ക് ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് അഗെയിൻ വരുന്നു, അതെന്താണ്, കൺവെക്ഷൻ ആണ്. ഇനി നമുക്ക് മൂന്ന് കേസ് ഉണ്ട്. നമുക്ക് കൺവെക്ഷന്റെ ചിലപ്പോൾ നമുക്കൊരു ചെറിയ അറിയുണ്ടാവില്ല എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ. നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്, അത് നോക്കിയിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി വരയ്ക്കാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെ വരുന്നത് നോക്കാം. ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് Q. ഫസ്റ്റ് കേസ് ആണ് ഫ്ലൂയിഡ് ടു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ THF to T1 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ Q എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് എന്താണ്, ത്രൂ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അവിടെ വരുന്നത് എന്താ, ത്രൂ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഈ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ നോക്കി എന്താ വരുന്നുണ്ടാവുക, HA ΔT. എന്താ പറയുന്നത്, HA ΔT. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. എന്താണ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ, എന്താ വരുന്നുണ്ടാവുക, HA ΔT. റെപ്രസെന്റേഷൻ പറ്റുന്നില്ല, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്താ വരുന്നത്, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത് എന്താണ്, HA ΔT. നോക്കാം, എന്താ പറയുന്നത്, HA ΔT. അപ്പൊ HA ΔT എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് എന്താ, ഇവിടെ നമുക്കറിയാം HHF ആണ് വരുന്നത് അല്ലെ. ഇവിടെ എന്താ വരുന്നത്, HHF ആണ് വരുന്നത് അല്ലെ. HA ΔT എന്ന് പറയുമ്പോൾ വരുന്നത് എന്താണ്, HHF ആണ് വരുന്നത്. നോക്കാം. അപ്പൊ ഈ HHF എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്, എന്താ പറയുന്നത്, HHF ആണ് വരുന്നത്. അപ്പൊ HA ΔT ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം Hന് പകരം നമ്മളിവിടെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, HHF ആണ്. HHF എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് HHF ഇൻറ്റു ΔT ഇൻറ്റു A ഇൻറ്റു ΔT. ΔT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുതൽ എവിടെയാ, സ്മോൾ THF ആണ്. ഹോട്ട് ടെമ്പറേച്ചർ കൂടുതൽ താഴത്തോട്ടല്ല വരിക, കൂടുതലുള്ളോട്ടുന്ന താഴത്തോട്ടല്ല വരിക എപ്പോഴും ടെമ്പറേച്ചർ. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, HHF ഇൻറ്റു എന്താ പറയുന്നത്, HHF ഇൻറ്റു A ഇൻറ്റു എന്താ വരിക, THF ഇൻറ്റു T1. മനസ്സിലായല്ലോ, THF ഇൻറ്റു T1. ഇതാണ് നമ്മളിവിടെ Q എന്നതിനകത്ത് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ മനസ്സിലായി, ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കൺവെക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കൺവെക്ഷൻ അതാണ് എന്തെന്നുള്ളത്, Q ഈക്വൽ ടു എന്താണ്, HHF ഇൻറ്റു A ഇൻറ്റു എന്താണ്, THF മൈനസ് T1. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, RTH എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക നോക്കണോ, അത് ദാറ്റ് ഈസ് ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. അതാണ് ഇവിടെ എടുത്ത് ചെയ്തിരിക്കുന്നത്, 1 ഡിവൈഡഡ് ബൈ HHF ഇൻറ്റു A. 1 ഡിവൈഡഡ് ബൈ HHF ഇൻറ്റു A എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാം, അവിടെ നിൽക്കട്ടെ, U ആണ് വരുന്നുണ്ടാവുക. നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസ് നമുക്ക് വരുന്നത് എന്താ, ദാറ്റ് ഈസ് കണ്ടക്ഷൻ ആണ് വരുന്നത്. രണ്ടാമത്തെ കേസ് കണ്ടക്ഷൻ ആണ്. ജനറൽ ഇക്വേഷൻ എന്താ, Q ഈക്വൽ ടു ΔT ഡിവൈഡഡ് ബൈ RTH. RTH എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ദാറ്റ് ഈസ് പ്ലെയിൻ വോൾ ആണ്. പ്ലെയിൻ വോൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരിക, RTH ഈക്വൽ ടു എന്താണ്, L/KA ആണ് വരിക. L/KA ആണ് വരിക. L/KA ആണ് ഇവിടെ വരുന്നുണ്ടാവുക. ഞാൻ മറ്റേ ലൈക്ക് എൻ്റെ അടുത്ത് റൈറ്റിംഗ് പാഡ് ഇല്ല, അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എഴുതാനായിട്ട്. L/KA ആണ് വരുന്നുണ്ടാവുക കേട്ടോ. L/KA ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, L/KA ആണ് വരുന്നുണ്ടാവുക. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് ΔT അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും,
അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു എങ്ങനെ വന്നു? KA ഡിവൈഡഡ് ബൈ L, KA ഡിവൈഡഡ് ബൈ L ഇൻറ്റു T1 മൈനസ് T2 വന്നു. അപ്പൊ Q ഈക്വൽ ടു എന്താണ്? KA ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ കോൺസെപ്റ്റ് കിട്ടി. ഇതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് കിട്ടി. മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്താണ്? എഗെയിൻ നമുക്ക് എന്താ ഉണ്ടാവുക? കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ. അപ്പൊ കൺവെക്ഷൻ ഇക്വേഷൻ എന്താ? HA ഡെൽറ്റ ടി ആണ്. HA ഡെൽറ്റ ടി ആണ്. H എന്ന് പറയുമ്പോൾ എന്താ? HCF ആണ് വരുന്നത്. H എന്ന് പറയുമ്പോൾ എന്താണ്? HCF ആണ് വരുന്നത്. എന്താ വരുന്നുണ്ടാവുക? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. H എന്ന് പറയുമ്പോൾ എന്താണ്? H എന്ന് പറയുമ്പോൾ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻറ്റു A ഇൻറ്റു എന്താ പറയുന്നത്? T2 മൈനസ് TCF. T2 എന്ന് പറയുമ്പോൾ എന്താ? ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് T2. ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് T2 മൈനസ് TCF എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആണ്. TCF എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ അത് കിട്ടിയിട്ടില്ലോ. ദാറ്റ് ഈസ് Q. മൂന്ന് കേസിന്റെയും Q കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓരോന്നിനും ടെമ്പറേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ മൂന്ന് ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇക്വേഷൻ 1, 2, 3 ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം. ഫസ്റ്റ് കേസ് T2 മൈനസ് TCF. ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. ഇത് T2 മൈനസ് TCF ഈ ഇക്വേഷൻ ആണ് കേട്ടോ. എന്നാണ് നമ്മൾ ചെയ്യുന്നത്. T2 മൈനസ് TCF ഈക്വൽ ടു എന്താണ്? ഇവിടെ അറിയാം Q ഡിവൈഡഡ് ബൈ ഇവിടെ K അല്ല, അതിന് പകരം എന്താ അവിടെ വരുന്നുണ്ടാവുക? അവിടെ വരുന്നത് H ആണ്. എന്താ വരുന്നുണ്ടാവുക? H ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു T2 മൈനസ് TCF ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക? Q ഡിവൈഡഡ് ബൈ HCF ഇൻറ്റു A. എന്താ പറയുന്നത്? T2 മൈനസ് TCF ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ HCF ഇൻറ്റു A. കോൺസെപ്റ്റ് കിട്ടിയല്ലോ. അതാണ് നമ്മുടെ ടെമ്പറേച്ചർ T2 മൈനസ് TCF. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അടുത്ത് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്യാം അല്ലെ. T1 മൈനസ് T2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? Q ഡിവൈഡഡ് ബൈ എന്താ വരുന്നുണ്ടാവുക? Q ഇൻറ്റു L ഡിവൈഡഡ് ബൈ KA. സെയിം ഇക്വേഷൻ തന്നെ വരുന്നുണ്ടാവും അല്ലെ. Q ഡിവൈഡഡ് ബൈ T1 മൈനസ് T2 ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ KA ഇൻറ്റു മോളിലാണ് L വരിക. അതേസമയം THF മൈനസ് T1 എന്ന് പറഞ്ഞാൽ അത് എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ എങ്ങനെ വരിക? HHF ഇൻറ്റു A. നേരത്തെ സെയിം കോൺസെപ്റ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ജനറൽ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻലെറ്റ് വരുന്നത് എന്താ? THF ആണ്. ഔട്ട്ലെറ്റ് വരുന്നത് എന്താ? TCF ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓരോന്നിന്റെയും കേസുകൾ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. അതല്ലേ വേണ്ടേ? അപ്പൊ നമുക്കറിയാം THF മൈനസ് TCF കാണണമെങ്കിൽ എന്ത് ചെയ്യണം? THF അതാണ് അവിടെ എഴുതിയിട്ടില്ലേ. THF മൈനസ് TCF ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? മൂന്ന് ഇക്വേഷൻ നമ്മൾ കണ്ടത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താണ് എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറലി വരിക Q ഡിവൈഡഡ് ബൈ HHF ഇൻറ്റു A എന്ന് വരും. പ്ലസ് എന്ത് വരും? Q ഇൻറ്റു L ഡിവൈഡഡ് ബൈ KA എന്ന് വരും. Q ഡിവൈഡഡ് ബൈ HCF ഇൻറ്റു A എന്നാണ് വരിക. അപ്പൊ ഇത് Q കോമൺ ആയതുകൊണ്ട് Q ടേക്ക് ഔട്ട്. Qനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തോട്ട് അങ്ങോട്ട് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? 1 ഡിവൈഡഡ് ബൈ HHF ഇൻറ്റു A പ്ലസ് L ഡിവൈഡഡ് ബൈ KA പ്ലസ് 1 ഡിവൈഡഡ് ബൈ HCF ഇൻറ്റു A. കിട്ടിയല്ലോ. ഫ്രം ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് Q. ഇനി ഇതിനകത്ത് നമ്മൾ എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? Qന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ Q ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ A കോമൺ ആണല്ലോ, ഇവിടെ K കോമൺ ആണല്ലോ, A ടേക്ക് ഔട്ട്. അപ്പൊ എന്ത് ചെയ്തു? Q ഈക്വൽ ടു A ഇൻറ്റു THF മൈനസ് TCF. എന്താണ് എഴുതുന്നത്? Q ഈക്വൽ ടു A ഇൻറ്റു THF മൈനസ് TCF. അങ്ങനെ വന്നാൽ ബാക്കി എന്താ ഉള്ളത്? ഈ ടോട്ടൽ ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? ഹോൾ ഡിവൈഡഡ് ബൈ ആക്കി. രണ്ടും സെയിം തന്നെ കേട്ടോ. നമ്മൾ എങ്ങനെ എഴുതി? Q ഡിവൈഡഡ് ബൈ Q ഈക്വൽ ടു എന്താണ്? ഈ എനെ പുറത്തേക്ക് എടുത്ത് കോമൺ ആയതുകൊണ്ട് എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്ത്? A ഇൻറ്റു THF മൈനസ് TCF ഹോൾ ഡിവൈഡഡ് ബൈ എങ്ങനെ വന്നു? 1 ഡിവൈഡഡ് ബൈ HHF പ്ലസ് L ഡിവൈഡഡ് ബൈ K പ്ലസ് 1 ഡിവൈഡഡ് ബൈ HCF എന്ന് വന്നു. കിട്ടിയോ? എങ്ങനെ വന്നത്? Q ഈക്വൽ ടു A ഇൻറ്റു THF മൈനസ് TCF ഹോൾ ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ HHF പ്ലസ് L ബൈ K പ്ലസ് 1 ഡിവൈഡഡ് ബൈ HCF. കിട്ടിയല്ലോ. ഇതിനെ നമ്മൾ ജനറലി പറയുന്ന പേരാണ്. ദിസ് ഇസ് ജനറലി റീറൈറ്റ് ആസ് Q ഈക്വൽ ടു എന്താണ്? UA ഇൻറ്റു THF മൈനസ് TCF. ഇങ്ങനെ എഴുതുന്നത് it can be rewrite as Q equal to UA into THF minus TCF. എന്ന് പറഞ്ഞാൽ from this equation U എന്ന് പറഞ്ഞാൽ എന്താണ്? U equal to എന്താണ്? 1 divided by HHF plus L divided by K 1 whole divided by 1 divided by HHF plus L by K plus 1 divided by HCF. കിട്ടിയോ? ഇതാണ് എന്തെന്നുള്ളത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U.
മനസ്സിലായോ? സോ ഇറ്റ് ക്യാൻ ബി റീറൈറ്റ് ആസ്, ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എ ഇൻറ്റു എന്താണ്, എ ഇൻറ്റു ടി എച്ച് എഫ് മൈനസ് ടി സി എഫ് ഡിവൈഡഡ് ബൈ 1 ഡിവൈഡ് ബൈ എച്ച് എച്ച് എഫ് പ്ലസ് എൽ ബൈ കെ പ്ലസ് 1 ഡിവൈഡ് ബൈ എച്ച് സി എഫ്. ഇത് മൂന്നും എന്താണ്, ഓരോ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ് അല്ലെ. ഒന്ന് കണ്ടക്ഷൻ ആണ്, ഒന്ന് കൺവെക്ഷൻ ആണ്, കണ്ടക്ഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ റീറൈറ്റ്, ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുക. അതാണ് ഇവിടെ വരുന്ന തെർമൽ റെസിസ്റ്റൻസ്, തെർമൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് വരുന്നത് എന്താണ്, 1 ഡിവൈഡ് ബൈ എച്ച് എച്ച് എഫ് ഇൻറ്റു എ എൽ ബൈ കെ എ പ്ലസ് 1 ഡിവൈഡ് ബൈ എച്ച് സി എഫ് ഇൻറ്റു എ. അപ്പൊ ഒന്ന് കൺവെക്ഷന്റെ ആണ്, ബാക്കി ഒന്ന് കണ്ടക്ഷന്റെ ആണ്, ഇതൊന്നും എന്താണ്, കൺവെക്ഷന്റെ ആണ്. സെയിം കോൺസെപ്റ്റ് തന്നെ കേട്ടോ, ആർ ടി എച്ച് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ, ഇതാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഈ യുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ യുവിനെ നമ്മൾ പറയുന്ന പേരാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ യു, ഇവിടെ നമ്മൾ കണ്ട യു, കോമൺ ആയിട്ടുള്ള യുവിനെ നമ്മൾ പറയുന്ന പേരാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. സോ യു ഈക്വൽ ടു എന്താണ്, 1 ഡിവൈഡഡ് ബൈ 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ എച്ച് എച്ച് എഫ് പ്ലസ് എൽ ബൈ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എച്ച് സി എഫ്. കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ടോട്ടൽ കേസ് ഓഫ് ടോട്ടൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇതാണ് നമ്മുടെ ടോട്ടൽ കേസ് എന്തിന്റെ, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ പ്രോബ്ലംസ്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും ഇരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക, ഒന്നുകൂടെ നോട്ട് എഴുതി വെക്കുക, കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ പഠിക്കുക കേട്ടോ. ഓക്കെ.